എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ NS160 ഞാൻ വളരെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് തുടങ്ങാനുള്ള പരിപാടിയുണ്ട് സൈഡായിട്ട്. അതെ, NS ബെയിൽ മോഡിഫിക്കേഷൻ ആണ് തുടങ്ങാൻ പോകുന്നത്. ആദ്യത്തെ മോഡിഫിക്കേഷൻ നമ്മൾ ലിവർ ഗാർഡ് വെക്കുന്നുണ്ട്. കാരണം ലിവർ ഗാർഡ് മേടിച്ച് വെച്ചിട്ട് ഏകദേശം 6-7 മാസം ഇതുവരെ നമ്മൾ ലിവർ ഗാർഡ് വെച്ചിട്ടില്ല. അത് വെക്കാത്തതിൻ്റെ ഒരു ദൂഷ്യം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലിവർ ഗാർഡ് വെക്കാത്തതിൻ്റെ ഒരു ദൂഷ്യമാണ് അതായത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വിളഞ്ഞ് ബെൻഡായിട്ടിരിക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെയോ ബെൻഡായി പോയതാണെന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. അത് കാരണം ലിവർ ഗാർഡ് വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഹെൽപ്പായിരുന്നതാണ്, ഇതിനൊരു സപ്പോർട്ടായിട്ട്. അപ്പം നമ്മൾ ഇന്ന് ലിവർ ഗാർഡ് വെക്കുന്നുണ്ട്, അതുപോലെ ക്ലച്ച് മാറ്റുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ. ക്ലച്ചും മാറ്റി ലിവർ ഗാർഡും വെക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഓൾറെഡി ഞാൻ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടല്ല, ഈ ബാഗ് സേഫായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന നാടകത്തിൻ്റെ പേരാണ് NS മോഡിഫിക്കേഷൻ. ഏകദേശം അപ്പം നമ്മൾ വയ്ക്കാനുള്ള ലിവർ ഗാർഡ് 2 സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ബാൻഡേഡ് ഹൗസിൽ നിന്നാണ് എടുത്തിട്ട് ഏകദേശം 6 മാസം ഇതുവരെ നമ്മൾ വെച്ചിട്ടില്ല. പിന്നെ ക്ലച്ച് വളഞ്ഞത് കാരണം ക്ലച്ച് ലിവർ വരണം എക്സ്ട്രാ പുതിയത് മേടിച്ചിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു മോഡിഫിക്കേഷൻ വെക്കുന്നുണ്ട്. ഇതിനകത്തുള്ള ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഹാലജൻ്റെ ഉണ്ട്. അത് മാറ്റി നമ്മൾ LED ഇൻഡിക്കേറ്റേഴ്സാണ് വയ്ക്കാൻ പോകണം. എല്ലാം കൂടെയാണ് ചേർന്നിട്ടൊരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ NS മോഡിഫിക്കേഷൻ നാടകത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നേരെ ലിവറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതേ പരിപാടി തുടങ്ങാനുള്ള പരിപാടിയിലാണ്. അത് നമ്മൾ ക്ലച്ച് തന്നെ ആദ്യം തന്നെ അഴിച്ച് പറിച്ചെടുക്കാൻ നോക്കുകയാണ് നമ്മളിവിടെ കഷ്ടപ്പെട്ടിട്ട്. കാണിച്ചു തരാം. സ്പാനറും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളിതാണ്ട് നമ്മൾ ക്ലച്ച് അഴിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഈ നട്ട് എല്ലാം വലിച്ച് പറിച്ചെടുത്തിട്ട് വേണം ക്ലച്ച് നമുക്ക് പുതിയത് ഫിറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെ കലേജിത്താണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. അല്ലല്ലേ, ഇവരാണുള്ളത്. അപ്പോൾ കലേജിത്താണ് നമ്മുടെ ഇന്നത്തെ മെക്കാനിക് പണിയെല്ലാം ചെയ്തതിന് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി പരിപാടികളൊക്കെ നോക്കാം. ആദ്യം ഈ ക്ലച്ച് അഴിച്ചെടുക്കട്ടെ എങ്ങനെയാണെന്നുള്ള കാര്യം. ഇവിടെ എങ്ങനെയാണ് എന്തൊക്കെ വലിച്ച് പറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഈ സാധനം കുറച്ച് നേരം എന്നാലും കുറേ നേരം ഒന്ന് ആലോചിച്ച് എന്നിട്ടാണ് നമ്മൾ ക്ലച്ചെല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട്. ഞാനുണ്ട്, ദേ ജിത്തുണ്ട്. എവിടെ? ജിത്ത് ദോ ബാക്കി പോട്ടെ. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഇവിടെ ഈ ക്ലച്ചെല്ലാം അഴിച്ചെടുത്ത്. ഇനി പുതിയ ക്ലച്ച് എന്ത് ചെയ്യടാ കാണിച്ചില്ല. ദേ നമ്മൾ ഈ പുതിയ ക്ലച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ ക്ലച്ചാണ് ഇതാ വെക്കേണ്ടത്. വണ്ടി കാണിച്ചു തരാം. എൻ്റെ ക്ലച്ചില്ലാത്ത എൻ്റെ NS ഇതായിരിക്കുന്നത്. ഓക്കെ, ഇതാ അപ്പം ചെറിയൊരു സെൻസറുണ്ട്, പിന്നെ ക്ലച്ചിൻ്റെ കേബിള്. അപ്പോൾ ഇതെല്ലാം വെച്ചിതാ ഇനി പുതിയൊരു ക്ലച്ച് വയ്ക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ക്ലച്ച് വെച്ചതിന് ശേഷം ബാക്കി പരിപാടി കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ക്ലച്ച് അടിപൊളിയായിട്ടുണ്ട്, ഫ്രഷ് ക്ലച്ച് ആയിട്ടുണ്ട്. ഇനി അടുത്ത പോലെ നമ്മൾ ക്ലച്ചിൻ്റെ ലിവർ ഗാർഡ് വയ്ക്കാനുള്ള പരിപാടിയാണ്. ഈ ലിവർ ഗാർഡ് വെച്ചതിന് ശേഷം നമുക്ക് ഇനി ഇൻഡിക്കേറ്റർ വയ്ക്കണം. അതുകൂടെയാണ് ഇന്നത്തെ പരിപാടി. ഇൻഡിക്കേറ്റർ ഒന്നും വെക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം വെട്ടം പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ലിവർ ഗാർഡോടെ വെച്ചിട്ടുള്ള പരിപാടി നോക്കാം. ഓക്കെ സാണ്ട, ഇനി അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ലുക്ക് അങ്ങ് മാറും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. ഓക്കെ വാ ഗൈസ്. അപ്പോൾ അതായത് നമ്മൾ ക്ലച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ലിവർ ഗാർഡ് വയ്ക്കാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ആ സാധനം വലിച്ചിൻ്റെ പേരെന്ത് പറഞ്ഞു? ബാറൻ വെയിറ്റ്. അത് തന്നെ, ബാറാൻ വെയിറ്റ് അഴിച്ചെടുത്തോണ്ടിരിക്കണം. അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് ബാറിൻ്റെ വെയിറ്റ്. ഓ എൻ്റെ പൊന്നേ, നമ്മൾ പാവങ്ങളുടെ. അപ്പം അല്ലെങ്കിൽ ഉപയോഗിച്ച് അത് അഴിച്ച് മാറ്റുന്നുണ്ട്. ഓക്കെ, നല്ല പ്രൊമോഷൻ അല്ലാതെ തന്നെ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ അതിൻ്റെ പല്ല് മൊത്തം തേഞ്ഞ് തീർന്ന അല്ലാതെ ഒരു ഉപയോഗമില്ലായിരുന്നു. ഓക്കെ ഓക്കെ, അടുത്ത പരിപാടി നമ്മൾ മിററാണ്. അത് നമ്മൾ വരും കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാം. സാമ്പത്തികം അനുവദിക്കുന്ന കാലത്ത് നമ്മൾ മിറർ മാറ്റുന്നതായിരിക്കും. ഡ്യൂക്കിൻ്റെ മിററാണ് കയറ്റമുള്ള ഉദ്ദേശം. അവസാനം എല്ലാം കൂടെ MED 5000-6000 എന്നൊക്കെയാണ് പറയണത്. അതുകൊണ്ട് അടിച്ച് വരുമോ എന്തോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ എല്ലെങ്കിയൊക്കെ എന്ത് ചെയ്യേ? പക്ഷെ എല്ലെങ്കിലല്ല, ലിവർ ഗാർഡ് ഒന്നേ. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ 2 ലിവർ ഗാർഡ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. എവിടെ പ്ലാസ്റ്റിക്? അതിൻ്റെ ഇടയിലുള്ള പ്ലാസ്റ്റിക് ക്വാളിറ്റി, ബാക്കിയെല്ലാം ഓണാണ്. ഇനിയിപ്പം ഇത് വെച്ചതിന് ശേഷമുള്ള ലുക്ക് ഞാൻ കാണിച്ചത് മാർക്കേടാ. ഇത് വെക്കാത്ത ലുക്ക് കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ നമ്മൾ ഗാർഡ് വെക്കാതെ ഉള്ള ലുക്ക് എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി നമുക്ക് വെക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ക്ലച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിവർ ഗാർഡ് ആദ്യം കിട്ടുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇടത് കയ്യിലാണെങ്കിൽ ഇപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്താണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങ് വെക്കാൻ പറ്റും, പ്രശ്നമില്ല. നമുക്ക് ഡയറക്റ്റ് കറക്റ്റ് ടൈറ്റ് ചെയ്ത് എല്ലാം കീഴ് ടൈറ്റ് ചെയ്യാം. പക്ഷേ എങ്കിൽ ആക്സിലേറ്ററിൻ്റെ അവിടെ ആക്സിലേറ്ററിൻ്റെ അവിടെ നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റത്തില്ല. അത് കാണിച്ചു തരാം. അതിനൊരു ചെറിയൊരു ട്രിക്കുണ്ട്. ജിറ്റേ പറഞ്ഞു വിട്രോ. ആദ്യം താങ്ക്സ് ടു ട്രാവൽ മാഡ്. അതെ, ട്രാവൽ മാഡിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അതാണ് ആ ട്രിക്ക് കിട്ടിയത്. നമ്മൾ മുമ്പ് മേടിച്ച സമയത്ത് വെച്ച് നോക്കിയിട്ട് ഒന്നും പറ്റിയില്ല, പിന്നെയാണ് വിട്ടുപോയി. ഈ ചെറിയൊരു നട്ട് പോലെ സാധനം, അത് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ച് അതിനകത്തോട്ട് ടൈറ്റ് ചെയ്യണം. അതിന് ശേഷം ഇരിക്കടാ നോക്കി കാണിക്കട്ടത് വേണ്ടേ, ഇതിങ്ങനെ ഇരിക്കുന്നത്. അത് വെച്ച ശേഷം എല്ലാം ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക. ഒരുപാട് അങ്ങ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇതേ പോയി നമ്മൾ ആക്സിലേറ്ററൊക്കെ അവിടെ ടൈറ്റ് ആയിട്ട് അങ്ങ് ഇരിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിൽ ഒരു സാധനം ഇട്ട് സപ്പോർട്ട് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് ഇത്രയും ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ശേഷം നോക്കിയാൽ കാണാൻ പറ്റും ലൂസായിട്ട് കിടക്കുന്നത്. അത് നമ്മൾ ഇത് ഓപ്പോസിറ്റ് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. കറക്കി ലാസ്റ്റ് കറക്റ്റ് നമ്മൾ ഏത് അളവാണോ വേണ്ടത് ആ അളവിന് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാണ്ട്. ഓക്കെ, ഇനി നമ്മൾ എല്ലാം ഉപയോഗിച്ച് അതങ്ങനെ ടൈറ്റ് ചെയ്താൽ പരിപാടി കഴിഞ്ഞ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നല്ല കട്ട സ്ട്രോങ് ആയിട്ടുണ്ട്. നമ്മൾ ആക്സിലേറ്റർ ലൂസ് കറക്റ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എല്ലാം കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഇത് വിഷ്വൽ കാണിച്ചു തരാം. ഓക്കെ, ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മളെ പരിപാടി രണ്ട് കാര്യം, ഇൻഡിക്കേറ്റർ വെച്ചിട്ടില്ല, അല്ലാതെ തന്നെ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ പുതിയ ക്ലച്ച് ലിവർ വെച്ചിട്ടുണ്ട്, പിന്നെ ലിവർ ഗാർഡും വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും വെച്ച് പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ പുതിയത് വെക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് മാറ്റിയിട്ട് നമ്മൾ 4 ഇൻഡിക്കേറ്റർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു സ്വിച്ചും കാര്യങ്ങളും മേടിക്കണം. ഞായറാഴ്ച കാരണം ഷോപ്പൊന്നും ഓപ്പൺ അല്ല. അപ്പം അത് കണ്ടുപിടിച്ചിട്ടുള്ള വീഡിയോ നമുക്ക് വേറെ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ലിവറും മാറ്റിയിട്ടുണ്ട്, പിന്നെ ഗാർഡും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ലിവർ ഗാർഡ് വെച്ചതും പുതിയ ലിവർ വെച്ചതും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.